കൊച്ചിന്റെ മുഖം കണ്ടോ? നീ ചിരിപ്പിക്കല്ലേ? യെസ്, ബി സീരിയസ്. Come on, come on. റിങ്കി മക്കളെ, കുട്ടാ റിങ്കിയേ, റിങ്കി മോളെ, എന്താണിത്? വാ, വേദന കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ചേച്ചി 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 ചത്ത്. എനിക്ക് തൃപ്തിയാണോ? ചിരിക്കടി, ചിരിക്ക്. അയ്യോ, ഉച്ച വയ്ക്കല്ലേ വേദന കൂടും. അമ്മ കൂടുതൽ കണ്ണീരൊന്നും ഒഴുക്കണ്ട. മോളെ, ഇതല്ലേ അച്ഛൻ പറയണത്, ഈ ബോക്സിങ്ങിനൊന്നും പോണ്ടെന്ന്. എല്ലാം നിന്റെ സ്വയം തീരുമാനമല്ലേ? ബോക്സിങ്ങിൽ ഇതൊക്കെ സർവ്വസാധാരണമാണെന്നാണല്ലോ ചേച്ചി പറയാറ്. എനിക്ക് ഇത്രയും വേദന ഉണ്ടായിരുന്നെങ്കിൽ വന്നപ്പോ തന്നെ പറഞ്ഞുകൂടായിരുന്നാ? എനിക്ക് വേദനയൊന്നും ഒരു പ്രശ്നമല്ല. ബോക്സിങ്ങിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ ഇത് കാരണം എനിക്ക് എന്തൊക്കെ നഷ്ടമായെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയോ? ഞങ്ങൾക്ക് എങ്ങനെ അറിയാം മക്കളെ? മോളെ, ഈ മത്സരത്തില് 3 റൗണ്ടില് 2 റൗണ്ട് ഞാനാണ് ജയിച്ചത്. എന്റെ കൂടെ നിന്ന എതിരാളിയെ പെട്ടെന്ന് നോക്കൗട്ട് ആക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ഇടി ഇടിച്ചു അവളെ. അവൾ എന്നിട്ട് പെട്ടെന്ന് കുനിഞ്ഞ് നേരെ എന്റെ മുഖത്തിടിച്ച്. എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ തന്നെ ഞാൻ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ആ തക്ക നോക്കി 5-6 ഇടി അവൾ എന്റെ മുഖത്തിടിച്ച്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ വീണുപോയി. മക്കളെ, മത്സരങ്ങൾ ഇനിയും വരും. ഇപ്പൊ നമുക്ക് വേദന കുറവില്ലെങ്കിൽ ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുക്കാം. അതൊന്നും വേണ്ട. സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ ആണ് ഉടൻ വരാൻ പോകുന്നത്. ഞാൻ എത്ര മത്സരം ജയിച്ചു നിങ്ങൾക്ക് അറിയാലോ. ഇനി 2 മത്സരം കൂടി ഞാൻ ജയിച്ചിരുന്നെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ക്വാളിഫൈഡ് ആയേനെ. എനിക്ക് അതിനുള്ള ഭാഗ്യമില്ല. കരയുന്നോ? നിനക്ക് നല്ല വിൽ പവർ ഇല്ലേ? നോക്കിക്കോ, നീ സ്റ്റേറ്റ് ലെവലും പോവും, നീ വിന്നറും ആവും. അല്ലേ മണി? തന്നെ എടി, മണിക്കുട്ടൻ മാമ ഇന്നലെയും കൂടെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ നിന്റെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ കാണാൻ വരണമെന്ന്. ചേച്ചി ചേച്ചി ഇങ്ങനെ കരയല്ലേ ചേച്ചി. ഞാനൊന്നും അറിഞ്ഞുകൂടാതെ എന്തൊക്കെയോ പറഞ്ഞു. ചേച്ചി സ്റ്റേറ്റിലും പോവും, നാഷണലിൽ പോയി അവിടെ ജയിക്കുകയും ചെയ്യും. എന്നിട്ട് വേണം എനിക്ക് അതൊക്കെ പറഞ്ഞ് ഇവിടെ ഒന്ന് വിലസി നടക്കാൻ. മൈ ഡിയർ മേരിക്കോം, കരയല്ലേ പ്ലീസ്. ചേച്ചി കരയല്ലേ ചേച്ചി? ചിരി കുട്ടാ. മോളെ, തളരല്ലേ. തളർന്നാ വീണ്ടും വീണ്ടും തോറ്റു പോവും. കമോൺ, സ്മൈൽ, ചിരിയടാ. ഒന്ന് ചിരിക്ക് കൊച്ചേ. ചിരിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ചിരിച്ചാ ഞാൻ കരയും. അതെന്ത്? ചിരിക്കുമ്പോഴേ നല്ല വേദന. നിങ്ങൾ എല്ലാരും കൂടി എന്നെ ചിരിപ്പിക്കാൻ നോക്കാതെ എന്റെ വേദനയ്ക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ നോക്ക. വേദനയൊന്നും ചേച്ചിക്ക് ഒരു പ്രശ്നമൊന്നും അല്ലെന്നാണല്ലോ പറയാറ്. അതൊക്കെ ഞാൻ ആ ഒരു പഞ്ചി പറഞ്ഞല്ലേ. ആ എന്തായാലും എന്നെ ഇടിച്ചവളെ റിങ്ങി വെച്ച് കിട്ടും. അത് വേണ്ട, അവളെ വിട്ടുപിടി. ഇപ്പൊ ഇങ്ങനെയെങ്കിലും വരാൻ പറ്റി. ഇനി ചിലപ്പോഴേ മോന്തര ഷേപ്പ് ഇങ്ങനെ ഒന്നും ആയിരിക്കൂല. ഇന്ന് അവളുടെ സമയമായിരുന്നു. ഇനി പ്രാക്ടീസ് ഞാൻ ഒന്നുകൂടി ഹാർഡാക്കാൻ പോവാണ്. അയ്യോ മതി, ഓവറാക്കല്ലേ. ഇനി കൂടുതൽ കളിച്ചാലേ മുഖം മറ്റേ പാണ്ടിലോറി കയറിയതുപോലെ ആയിപ്പോ. പിന്നെ കല്യാണം കഴിക്കാൻ ചെക്കന്മാരൊന്നും കിട്ടൂല. അതിനാര് കല്യാണം കഴിക്കാൻ പോണു? അഥവാ കല്യാണം കഴിക്കേണ്ടി വന്ന ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡല് അല്ലെങ്കിൽ ഒരു വെങ്കലെങ്കിലും വാങ്ങിച്ചിട്ടേ ഞാൻ കല്യാണം കഴിക്കും. എന്ത് വെങ്കലം മെഡലല്ലേ? അതവിടെ ഇരിക്കട്ടെ. അപ്പൊ നിനക്ക് കല്യാണം കഴിക്കാൻ പ്ലാൻ ഒന്നും ഇല്ലല്ലേ? എങ്കിൽ ഞാൻ ആകെ തകർന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് നിന്റെ വലിച്ച കോമഡിയും കൊണ്ട് വരണത്. അയ്യോ, ആലോചിക്കും തോറും വിഷമം വരെയാണ്. അച്ഛാ, ഗെയിം എന്റെ കയ്യിൽ വന്നതാണ്, ഞാനായിട്ടാണ് കൊണ്ട് കളഞ്ഞത്. ദൈവമേ, എനിക്ക് എന്തിനു അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധി തന്നത്? ഡിഫെൻഡ് ചെയ്ത് നിന്നാ മതിയായിരുന്നു, പോയിന്റെങ്കിലും കിട്ടിയേനെ. ചേച്ചി, ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ഇന്ന് വൈകുന്നേരം തന്നെ പ്രാക്ടീസിന് ഇറങ്ങണം. വേദനയൊന്നും കണക്കാക്കണ്ട കേട്ടാ. ഇന്ന് തന്നെ പോണം. വേണ്ട വേണ്ട, ഇന്ന് പ്രാക്ടീസിനൊന്നും പോണ്ട. ഇന്ന് മോള് ഫുൾ ഡേ റെസ്റ്റ് എടുക്കുക. ഇപ്പൊ കാര്യം എല്ലാത്തിനും തീരുമാനമായല്ലോ.
ഇനി മോളൊന്ന് ചിരിച്ചാണ്. മക്കളെ, വേദനയില്ലാതെ ചിരിച്ചാണ്. ചിരിയും കളിയൊക്കെ അവളെ ഇടിച്ചിട്ടിട്ട് മതി. കൂൾ മോളെ, കൂൾ. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മളെല്ലാം ചിരിച്ചോണ്ട് ഫേസ് ചെയ്യണമെന്നല്ലേ? നിങ്ങൾ ഒരാളെ അടിച്ചാൽ ചിരിച്ചോണ്ട് അടിക്കണം എന്നല്ലേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ എപ്പോ പറഞ്ഞു? ഭഗവാൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോള് ചിരിയടാ, വേദന എടുക്കാതെ ചിരി. ആ, എന്റെ ചേച്ചിയെ ചിരിപ്പിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. ചിരിപ്പിക്കട്ടാ? ചിരിച്ചാലേ എനിക്ക് കള്ള ചിരിയേ വരുള്ളൂ. ആ, അങ്ങനെയൊന്നുമില്ല. ചിരിപ്പിക്കാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. ഒന്ന് പോടെ, വല്ല വളുപ്പം അടിച്ച ഇടി ഞാൻ തരും. ഇതൊരു പാട്ടാണ്. പാടാം. പണ്ടൊരു ബോക്സ് കുഴിയിൽ ചടിയേക്കാൻ ഞാൻ പറയാലോ. പണ്ടൊരു ബോക്സ് കുഴിയിൽ ചടിയേക്കാൻ ഞാൻ പറയാലോ. ബോക്സർ 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 ബോക്സർ. പോ പെണ്ണേ, പോ. ചേച്ചി 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 ചേച്ചി